വരൂ. നടു റോഡ് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും വലിയ ശിക്ഷയുണ്ടോ? പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞേനെ. ഇപ്പൊ തല്ലടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്. ഗോപാലകൃഷ്ണ, ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്ന് വെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവനെന്ന് അർത്ഥമുണ്ടോ? ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കി കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. ആയിരിക്ക്. വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ. ഇരിക്കാൻ പറഞ്ഞത് SI അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്. ഒരാളെ തന്നെ 2 ആളായി കാണാനുള്ള വിദ്യയൊന്നും എനിക്ക് വശമില്ല. ഇരിക്കാൻ. കോട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നഗരത്തെ കിടുകിടാ വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാൻ അവരെ തറപറ്റിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു. എലിമെന്ററി സ്കൂളിൽ മൂക്കിൾ ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന SI രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവ ബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം? അതെ. തനിച്ചാണോ? കല്യാണം ഒന്നും കഴിച്ചില്ലേ? കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല. അതെന്താ? ഗോപാലകൃഷ്ണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്. സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ. ഏതെങ്കിലും ഒരു പീറ പെണ്ണിന്റെ മുമ്പിൽ അടിയറക്കാനുള്ളതല്ല ഈ ജീവിതം. നീയാളൊരു മഹാനെ മാറി. അതെ. ഇനി പറയൂ, എന്തിനാണ് നീ റോഡിൽ വെച്ച് തല്ലുണ്ടാക്കിയത്? പറയാം. നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു. ആരാലും ഞാൻ വിടില്ല. അടങ്ങ്, ഞാൻ പറയാം. വേഗം പറയൂ. അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവര് വാടക ഒന്നും അവര് കറക്റ്റായിട്ട് ആയിരുന്നില്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ സ്ത്രീയും മകളും എന്നോട് പറയാ, പിന്നെ അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല, ഇവിടുത്തെ SI ഒരു കിഴങ്ങനാണ്, അയാൾ വിചാരിച്ച ഒരു പുല്ലും ചെയ്യില്ല. സ്റ്റോപ്പ്. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? ഇങ്ങോട്ട് ഇറങ്ങിക്കാൻ. നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? എനിക്ക് നീതി വേണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. നമുക്ക് പിന്നീട് തല്ലാം. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല. എനിക്ക് ഇപ്പൊ തല്ലണം. ഇപ്പൊ അങ്ങനെ മതിയല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ? ഇപ്പൊ ഞാൻ തല്ലുന്നില്ല. പക്ഷെ 24 മണിക്കൂറിനകം വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. എല്ലാത്തിനും നേരത്തെ തല്ലും. പോലീസ് വന്ന സ്ഥിതിക്ക് അയൽവക്കാരെ കൂടെ ഒന്ന് വരട്ടിയാലും ഒറ്റ പോലീസിനെ പേടിയില്ല. പോലീസിനെ പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കോട്ടപ്പള്ളി സുലൈമാനെ ഇടിച്ച് തറവെറ്റിച്ച SI രാജേന്ദ്രനാണ് പറയുന്നത്. 24 മണിക്കൂറിനകം വീടൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്.
ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കയില്ല. ഓർമ്മയിരിക്കട്ടെ. കേരള ജീപ്പില് എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും. തല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും. എന്താ ഉമ്മർക്ക പോലീസൊക്കെ വന്നു പോകുന്നത്? എനിക്ക് അതിനാ പിടിയിട്ടാത്തതെന്ന്. ദുബായ് നളിയാന്റെ ഡ്രാഫ്റ്റ് എല്ലാം കൂടി വന്നിട്ട് റഫർ ചെയ്ത് ഉറങ്ങിപ്പോയി. ആഴ്ച പറയാൻ എന്തോ പോലീസ് വന്നു പോയിന്ന്. രണ്ടേനാഴ്ചയായി. 24 മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയണമെന്ന് പറഞ്ഞു. ആ പണിക്കര് ചില്ലറക്കാരനൊന്നും അല്ലാട്ടോ. ഇൻസ്പെക്ടർ അയാളോട് ചങ്ങാതിയാണെന്ന് തോന്നുന്നു. എന്ത് ചങ്ങാതി? ഞാൻ ഉറങ്ങിയത് ഭാഗ്യമായി വെച്ചോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ മണിക്കരെല്ലാം കൂടി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇൻസ്പെക്ടർ ഒന്ന് കാണണമായിരുന്നു. ചെല്ലു. യെസ്, ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ഹിയർ. അതെ, ശരിയാണ്. തല്ലിയതും ശരിയാണ്. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ശീലിച്ചിട്ടില്ല. അതെ അതെ, നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ അതെ, എനിക്ക് ഭയമില്ല. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത്. ഇല്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. യെസ്, ഇരിക്കൂ. എന്താണ്? അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഇല്ല, അവിവേകം പൊറുക്കുകയില്ല. സാറ് ഇപ്പൊ ഫോണിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് പേടിക്കാനില്ല. ഫോണിൽ പറഞ്ഞതോ? അതെ, സാറ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു പറഞ്ഞല്ലോ. പറഞ്ഞു സത്യമാണ്. കോട്ടപ്പള്ളി സുലൈമാൻ എന്ന കേടിയെ ഒതുക്കിയത് ഞാനാണ്. അപ്പോ എനിക്ക് നീതി കിട്ടും അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ നീതി കിട്ടും. ഞങ്ങൾ 9 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറക്കി വിടാൻ വന്നാൽ സാർ അയാൾക്ക് കൂട്ടു നിൽക്കൂ? ആരാണ് നിങ്ങൾ? ഞാൻ മീര. എന്റെ അമ്മ പേടിച്ച് പനിച്ചു കിടക്ക. സാറാ പണിക്കരുടെ കൂടെ വീട്ടിൽ വന്നില്ലേ? ഓഹോ, നിങ്ങളാണോ അഹങ്കാരി? സാർ, വാടക കൊടുക്കാതെ അയാളുടെ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഇവിടെ നീതിക്ക് വന്നേക്കുന്നു. വാടക കൊടുത്തില്ലെന്നോ? ഈ മാസം വരെ വാടക അയച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് സാർ. ആര് പറഞ്ഞു? ഞാനല്ലേ സാർ അയച്ചത്. സത്യസന്ധനായ സാറിനെ ആ പണിക്കര് പറഞ്ഞു പറ്റിച്ചതാണ്. നോ, പണിക്കരൻ സുഹൃത്താണ്. ചായ ഷാപ്പിൽ തല്ലുണ്ടാക്കിയാൻ. ഓഹോ, ഇവനാണോ? അയ്യോ, ഞാനല്ല സാറ്. അയ്യോ, ഐ എം വെരി സ്ട്രിക്റ്റ്. അപ്പോ വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോ? സാർ, വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോന്ന്? അതെ സാർ, റെസിപ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ പേരിലുള്ള ആരോപണം പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ, അതായത് ഞാൻ, ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? അയ്യോ സാർ. Get out. എന്തിനാണ് സാർ സാറ് കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത്? സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ആർക്കെങ്കിലും സാറിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂ?
വാടക കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കൂ സർ. അത് സാറല്ലാതെ ഞങ്ങൾക്ക് നീതി തരാൻ മറ്റൊരാളില്ല. ഞാൻ ആലോചിക്കട്ടെ. കരയാതിരിക്കൂ. ആ കണ്ണു തുറക്കൂ കുട്ടി. പോയിക്കോളൂ. കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കും. ഉറപ്പാണോ സർ? എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. പോയിക്കോളൂ. താങ്ക് യു സർ. നിൽക്കൂ. പോയിക്കോളൂ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. അവര് വാടക തരാറില്ലെന്ന് നീ നുണ പറഞ്ഞതല്ലേ? എന്നാര് പറഞ്ഞു? ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു. പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരും നിന്റെ കൂലിക്കാരോ? പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ആഹാ, ആ നിനക്ക് അവര് കൈക്കൂലി തന്നു അല്ലേ? ഗോപാലകൃഷ്ണ, കൈക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ്. എന്തിനാ നിർത്തിയത്? തല്ലടാ, തല്ലടാ, ഒരു പ്രാണ സുഹൃത്തിന്റെ മൂന്നികൾ തല്ലടാ. സ്നേഹത്തെക്കാൾ വലുതാടാ എനിക്ക് സത്യവും നീതിയും. ഒന്നോ കേട്ടോ ഗോപാലകൃഷ്ണ, ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ, നന്ദി കെട്ടവനാക്കി. രാജേന്ദ്ര, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയതൊക്കെ നീ മറന്നു വേണോടാ. നീ അല്പനാണ്. നീ ശപ്പനാണ്. പോടാ. നീ വലിയ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നിന്റെ സഹായിക്ക് വേണ്ടടാ. നീ കോട്ടപ്പള്ളി സുരേന്ദ്രനെ വേണ്ട പാക്കിയാണല്ലോ. നീ ധൈര്യം കൊണ്ട് എന്നോട് കളിച്ചു നോക്ക്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. മീര, നല്ല പേര്. വാടകക്കാർ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? അതൊന്നും ഒരു പ്രശ്നമല്ല സാർ. ഒരു സൂട്ട് ഫയൽ ചെയ്ത് കേസ് നടത്തി വാടകക്കാരെ ഒഴിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. കേസില്ലെങ്കിൽ പിന്നെ വക്കീലിന്റെ ആവശ്യം എന്താ? ഞാൻ മുഴുവൻ പറയട്ടെ സാറേ. ആ പറയൂ. ഈ പറയുന്ന 9 കൊല്ലം വേണ്ട, ഈ കാലം അത്രയും ഹൗസ് ഓണർ, അതായത് ഞാൻ തന്നെയാണ് മേപ്പടി വീട്ടിൽ താമസിച്ചു വരുന്നത്. ഈയിടെയായി വീട്ടുടമസ്ഥനെ ശല്യപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ചില കക്ഷികൾ വീട് കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടിയന്തരമായി ഒരു ഉത്തരവ് മുഖേന ഈ കക്ഷികളിൽ നിന്നും വീട്ടുടമസ്ഥനായ ഗോപാലകൃഷ്ണ പണിക്കരെ സംരക്ഷിച്ചുകൊള്ളാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. ഇങ്ങനെ ഒരു അപേക്ഷ, അതായത് ടെമ്പററി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് എന്താ കാര്യം? ഹൗസ് ഓണർ താമസിക്കുന്നത് ഇപ്പൊ അവിടെ അല്ലല്ലോ. ഹൗസ് ഓണർ അവിടേക്ക് താമസം മാറ്റാൻ പോവുകയാണല്ലോ. അത് വാടകക്കാർ സമ്മതിക്കണ്ടേ? അത് ഞാൻ നോക്കിക്കോളാം. ഇത്രയൊക്കെ അറിയാവുന്നത് എനിക്ക് പിന്നെ ഒരു വക്കീലിന്റെ ആവശ്യമൊന്നുമില്ല. അതല്ലെന്നേ, ഇഞ്ചക്ഷൻ അപേക്ഷയ്ക്ക് മുമ്പ് വാടകക്കാരെ ശല്യപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കും. അത് വിജയിച്ചാൽ പിന്നെ കേസും കോടതിയൊന്നും വേണ്ടി വരില്ലല്ലോ. എന്നാ പിന്നെ അതിനുശേഷം നമുക്ക് കണ്ടാൽ മതിയല്ലോ. അല്ല വക്കീലേ, അതിലൊരു പ്രശ്നമുണ്ട്. അതിക്രമിച്ചു കിടന്നവൻ ഞാനാണെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പോലീസിന് വേണമെങ്കിൽ എന്നെ ലോക്കപ്പിലാക്കാം. ആ സമയം വക്കീൽ വന്ന് ജാമ്യത്തിൽ ഒന്ന് ഇറക്കി തന്നാ മതി. അമ്പാടാ മിടുക്ക, തന്നെ പോലുള്ള ഒരാളെ തൊടാൻ പോലീസിനും ധൈര്യം ഉണ്ടായിന്ന് വരില്ല. 9 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണെന്നുള്ളതിന് അവരുടെ ഈ തെളിവില്ലേ? എന്ത് തെളിവ്? വാടക മണി ഓർഡറായി അയച്ചതിന്റെ രസീത് കാണുമല്ലോ. ആ രസീത് അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അത് വാടക തന്നതല്ല, അവരെന്നോട് കടം വാങ്ങിച്ച കാശാണെന്ന് ഞാൻ കോടതി പറയും. എണീക്കടോ, എണീക്കടോ, എണീക്കാൻ. തന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ വക്കീലന്മാരുടെ കഞ്ഞൂടി മുട്ടും. അല്ല വക്കീലെ,
എനിക്ക് വക്കീലിന്റെ സഹായം ആവശ്യമായി വരും. ചേംബറിൽ മൂവ് ചെയ്ത് കമ്മീഷൻ എടുപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണം. വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ പ്രൂവ് ചെയ്താൽ ടെനൻസിനെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കണം. ഇതൊക്കെ വക്കീലിന്റെ BABL ഡിഗ്രി എനിക്ക് വേണ്ടി വരും. ഓഹോ, അത് ശരി. ഡിഗ്രി മാത്രം, എന്നെ വേണ്ട. എല്ലാം കോടതി വരാന്തെന്ന് പഠിച്ചാണ് സാർ. ഏയ് വേണ്ട വേണ്ട വേണ്ട, എന്റെ നിയമോപദേശം ഒന്നും എനിക്ക് വേണ്ടി വന്നില്ലല്ലോ. അയ്യോ, അത് പറ്റില്ല. ഒരു വക്കീലിനെ കണ്ടാൽ ഫീസ് കൊടുത്തിരിക്കണം, ഇല്ല എനിക്ക് ഉറക്കം വരില്ല. അത്ര നിർബന്ധമാണെങ്കിൽ അതിന്റെ അടിയിലേക്ക് വെച്ചേക്കാം. എന്നാ പിന്നെ ഞാൻ ആ വീട്ടില് ഇടിച്ചു കയറി അങ്ങ് താമസിക്കാൻ പോവാ. ശ്രമിച്ചു നോക്കൂ. ഓൾ ദ ബെസ്റ്റ്.